ശബരിമല ശ്രീ അയ്യപ്പൻ ബലാത്സംഗ വീരനാണത്രേ. അയ്യപ്പ സ്വാമി ബലാത്സംഗ വീരൻ. ഇത് പരസ്യമായിട്ട് പറഞ്ഞ, രഹസ്യമായിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ടും പരസ്യമായിട്ട് ഏതൊരു കൂട്ടായ്മ ഒരു സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞ ആളുടെ പേര് പൈലി എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്, പൈലി. പക്ഷെ നമ്മളറിയുന്നത് ഇപ്പോൾ കബി എന്നാണ് അറിയുന്നത്. കബി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്. കബിക്കാട്, കാട്ടിലെ കബി, അപ്പോൾ കാട്ടുകുരങ്ങ്. നമ്മളറിയുന്നത് സണ്ണി എം കബിക്കാട് എന്നാണ് അറിയുന്നത്. അയാൾ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള കബിക്കാട് ഉള്ള ആളാണ് അദ്ദേഹം. സണ്ണി കബിക്കാട് ജനിച്ചത്, വളർന്നത്. അങ്ങേര് ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിൽ പോലും അതിൽ തന്നെ മുൻപന്തിയിൽ വരാൻ പാടില്ലാത്ത, അതായത് ദളിത് ക്രൈസ്തവൻ. ക്രിസ്ത്യാനിറ്റിയിൽ എവിടെയാണ് ദളിത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ആ കഥ വേറെ. ദളിത് ക്രൈസ്തവൻ അഥവാ ചേരമർ ക്രിസ്ത്യാനി അങ്ങനെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ ഡിപ്രഷൻ അദ്ദേഹത്തിനുണ്ട്. ജനിച്ചു വളർന്ന ക്രൈസ്തവ സമൂഹത്തിൽ പോലും അദ്ദേഹം ചവിട്ടി കൂട്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വേദനകളും യാതനകളും അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം പൈലി എന്നുള്ള പേരയ്ക്ക് മാറ്റി സണ്ണി എം കബിക്കാട്. സണ്ണി എന്ന് പറയുമ്പോൾ പല രൂപത്തിലും ഭാവത്തിലുള്ള ആൾക്കാർക്ക് ആ പേരുണ്ടാവുമല്ലോ. അങ്ങനെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സണ്ണി കബിക്കാടിൻ്റെ ഈ പ്രശ്നത്തിൽ ഇപ്പം ഞാനൊരു പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഉദാഹരണം പറയുകയാണ്. ശബരിമലയുടെ എന്ത് കാര്യം പറഞ്ഞാലും ആ ചെക്കനെ വിളിക്കും. ആ ചെക്കനെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്കറിയാം. 3 സെക്കൻഡ് തരാൻ. അങ്ങനൊരു ചപ്പൻ ഉണ്ട്, അവനെ വിളിക്കും. അവനെ വിളിച്ചു നോക്കിയാൽ എന്താണ് സണ്ണി എം കബിക്കാട് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ പറയും. സണ്ണി കബിക്കാട് സാറ് ഞങ്ങൾ വലിയ ബന്ധമാണ്. ഇവൻ ആണുങ്ങളായിട്ട് നല്ല ബന്ധമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അറിഞ്ഞവൻ മറ്റേ കേസാണെന്ന് അറിഞ്ഞതിൻ്റെ തേക്കുംകാട് കേസെന്ന് ഞങ്ങൾ നാട്ടിൽ പറയുക. ആ കേസാണത്ര ഇവൻ. അതുകൊണ്ട് സണ്ണി സാറ് എന്നില്ല തുടങ്ങുള്ളവൻ. വീരപ്പനെക്കുറിച്ച് നമ്മുടെ കാട്ടിൽ തടി വെട്ടി കൊമ്പൊക്കെ കൊണ്ടുപോയിട്ട് വെടിവെച്ച് പോകുന്നില്ല. വീരപ്പനെ കുറിച്ച് ചോദിച്ചാൽ അവൻ പറയും വീരപ്പൻ സാറിനെ സംബന്ധിച്ചിടത്തോളം, അപ്പോഴും അവൻ സാറെന്നേ വിളിക്കുള്ളൂ. അവൻ അവരുടെ തീട്ടം തരണം, ഇവരുടെ തീട്ടം തരണം. അവരുടെ ആസനം വെക്കണം, ഇവരുടെ ആസനം വെക്കണം. അങ്ങനൊരു ചപ്പനാണ് അവൻ. ഒരിക്കൽ ഞാൻ ഇപ്പോൾ ചാനൽ ഉപേക്ഷിച്ച് പോയ, ഇപ്പം അദ്ദേഹം അവതാരകനുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് മാറി. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ചപ്പന്മാരെ പിടിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തുന്നത്? വെടിയുണ്ട വരണ പോലെ മറുപടി വന്ന് പറഞ്ഞു. അങ്ങനെ മറുപടി വെച്ചു, സർക്കസിൽ കോമാളികളും വേണ്ടത് സ്വാമീന്. ഫോണവിടെ വെച്ചു, ഞാനും വെച്ചു, അയാളും വെച്ചു. കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോസ് തയ്യാറാക്കി പറയുന്ന പോലെയാണ് ഇവനതിനാണ് വിളിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ചാലും പറയാൻ പോകുന്നത് അവിടെ ഇവിടെ തുടങ്ങി ഇങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ച് ഇതിനെക്കുറിച്ച് ഒന്നാമത് ചർച്ച നടക്കില്ല. ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കില്ല. ചർച്ച നടന്നു കഴിഞ്ഞാൽ പുരാതന കാലഘട്ടം വരെ എടുക്കേണ്ടി വരും. എങ്ങനെ 1952 തോന്നുന്നുണ്ട് ശബരിമല കത്തിച്ചത്. അവിടുത്തെ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയും ചില സമൂഹത്തിന് വിഷമം ഉണ്ടാക്കും. ഇവൻ ശരിക്കും ഇപ്പോൾ ഇത് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ LDF അധികാരത്തിൽ നിന്ന് പോയി. ഇവൻ കാണകരാസുകാരനാണ്. ഇവൻ ഇത്തവണ ഈ ചേരമർ വംശത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഇവനെ വർണ്ണത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലേക്കും കൊണ്ട് എവിടെയും കുത്തി നിർത്തിയാൽ ജയിക്കുമെന്ന് കരുതിയിട്ട് ഇവനോട് പറഞ്ഞു, തയ്യാറായിക്കോ, ഉടുപ്പൊക്കെ തയ്പ്പിച്ചോ, നിന്നെ കാൻഡിഡേറ്റ് ആക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ പൂക്കി മേനോൻ തന്നെയാണ് പറഞ്ഞത്. അവസാനം ഇല വെച്ച് ഇരിപ്പ് മാത്രം, സദ്യ അപ്പുറത്ത് നടന്നു.
എല്ലാം കഴിഞ്ഞപ്പോൾ അറിയുന്നത്. സദ്യയും കഴിഞ്ഞു, ചോറും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ ഇയാളെ ഇലയും വെച്ച് ഇവിടെ ഇരിക്കുകയാണ് പാദ്യം പുറത്ത്, അടുക്കളപ്പുറത്ത്. അവിടെയല്ലേ സ്ഥാനമുള്ളൂ. എന്നാലും അയാൾ എത്ര വേണി ചവിട്ടിക്കോ എന്ന് പറയണ പോലെ, ഏതൊരു സിനിമയിൽ പറയാം, ചവിട്ടിക്കോ എത്ര വേണി ചവിട്ടിക്കോ എന്ന് പറയുന്ന പോലെ ഇയാൾ ആ ചവിട്ടും കൊണ്ട് ഇരിക്കുകയാണ്. എന്നാലും വിടൂല്ല. കോൺഗ്രസ്സിന് വേണ്ടി ചിലച്ചതാണ് ഇപ്പോൾ കണ്ടത്. കോൺഗ്രസ്സിന് വേണ്ടി ചിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ്സിലൊരു കാൻഡിഡേറ്റിനെ നിശ്ചയിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിൽ ഒരാൾ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കിമേനോ ആദ്യം ചോദിക്കുക പാണക്കാടാണ്, അല്ലെങ്കിൽ വ്യവസായം മറ്റേ ഇയാളോടെ ചോദിക്കുക, എന്തായാലും പേര് കുഞ്ഞാലിക്കുട്ടിയോടെ ചോദിക്കുക. അപ്പോൾ അവരെയും തൃപ്തിപ്പെടുത്താൻ എന്താ മാർഗം? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും പറയുക, RSSനെ കുറിച്ച് എന്തെങ്കിലും പറയുക. ഏതായാലും ഇയാൾ പൊട്ടിച്ച വെടിയാണ് സൂപ്പർ വെടി. അയ്യപ്പൻ ബലാത്സംഗ വീരനാണെന്ന്. ആയതുകൊണ്ട് തന്നെയാണ് അയ്യപ്പന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത്രേ അയ്യപ്പന് കൊടുത്ത സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? അയ്യപ്പന് കൊടുത്ത സ്ഥാനം ഈ നമ്മളുടെ മറ്റേ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ പുറകിൽ ഇടതുവശത്തോ വലതുവശത്തായിട്ട് സ്ഥാനം കൊടുത്തിട്ടുള്ള അത്രേ. ആർക്കും മറ്റേ മാളികപ്പുറത്തമ്മയ്ക്ക്. മാളികപ്പുറത്തിന് പിന്നിലാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. മുമ്പിൽ എവിടെയെങ്കിലും സ്ഥാനം കൊടുത്താൽ ആപ്പ കയറി പിടിക്കുന്നു. അതാണ് ഇയാൾ പറയുന്നത്. മാളികപ്പുറത്ത് അമ്മയെ ഇയാളുടെ മുമ്പിലാണ് പ്രതിഷ്ഠിച്ചതെങ്കിൽ ഇയാൾ കയറി പിടിച്ചേനെ, ഇയാൾ ആത്മഹത്യ ചെയ്തേനെ, അല്ല ഇയാൾ ബലാത്സംഗം ചെയ്തേനെ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഓണം വന്നു. ഓണത്തിനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് ഈ തെമ്മാടികൾ ഓണം ആഘോഷിക്കരുത്, ഓണം ഡിപ്ലോമാറ്റിക് ആഘോഷിക്കണം, ഓണത്തിന് ഉണ്ണരുത്, ഓണത്തിന് തിണ്ണരുത്, ഓണത്തിന് മണപ്പിക്കരുത്, ഓണം അങ്ങനെയാവുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെയാവുമ്പോൾ കുഴപ്പമില്ല, ഇവൻ്റെ റംസാൻ വരട്ടെ. എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഇവൻ്റെ റംസാൻ വരുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കൾ മുഴുവൻ വലിച്ചു കയറാൻ നിൽക്കണം. റംസാൻ ഒരു കൊണാപ്പാണ്. റംസാൻ ആരും ആചരിക്കരുത്. റംസാൻ്റെ ചരിത്രം ഇങ്ങനെയാണ്, അത് ഇന്ത്യയിൽപ്പെട്ട കാര്യമല്ല, അതെന്തിനാണ് അവിടെ വലിച്ചു കൊണ്ടുവരുന്നത്? അവൻ്റെ റംസാൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ആരും വന്ന് കഴുത്ത് പിടിച്ച് തള്ളിക്കോ, അദ്ദേഹം പറയാൻ ഇവിടെ ആൾക്കാരിയ്ക്കുകയാണ്. വെറുതെ ചെറ്റേമ്മ തട്ടി വഴക്കുണ്ടാക്കിയല്ലേ അവന്മാർ ചെയ്യുന്നത്, ഈ മുസ്ലിം തീവ്രവാദികൾ ചെയ്യുന്നത്, ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത്. 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അത്. ഇത്തവണ മറുപടി കൊടുത്തു, അത് വേറെ കാര്യം. മറുപടി എന്ന് പറഞ്ഞാൽ അവൻ്റെ അണ്ണാക്കിൽ തിരികെ അവന് മൂളാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റിയിട്ടുണ്ട് ഈ തലയെക്കെട്ടുകാരെ. ആ ഓണം പരിപാടിയെ അവരെങ്ങനെ തകർക്കാൻ നോക്കിയോ അതിൻ്റെ മറ്റൊരു വശമാണ് ശബരിമലയെ തൊട്ട് കളിക്കുന്നത്, ശബരിമലയെ നാറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ക്രൈസ്തവ സഭക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവർ പലതും ചെയ്യും. പക്ഷെ അത് അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ മേലെ കയറിയിട്ടുള്ള പരിപാടി അവർ ചെയ്യില്ല. കാരണം അത് അപകടം എന്നറിയാം. അതുകൊണ്ട് അവർ സമരസപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ആയതുകൊണ്ട് ഇതിൽ ക്രൈസ്തവികത അത് ഇതിനകത്ത് കയറ്റി പെരട്ടാൻ പറ്റില്ല. ഇവനതിൽ പെട്ടതല്ല. കാരണം അവൻ ചേരമറാണ്, അവിടുത്തെ ദളിതനാണ്. അവിടെ പോയിട്ടൊരു അച്ഛനാവാൻ പറ്റില്ല. ഇവൻ്റെ പെണ്ണുങ്ങൾക്ക് പോയിട്ട് അവിടെ ഒരു കന്യാസ്ത്രീ ആവാൻ പറ്റില്ല. അവിടെ അടിച്ചു വാരുന്ന തൊഴിലാക്കിയാൻ വേണ്ടി കിട്ടുന്നത് മാത്രം. അതാണ് അവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് ക്രൈസ്തവ സഭയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവൻ അതുമല്ല ഇതുമല്ല നമ്മുടെ ദീക്ഷയല്ലാതിരിക്കുന്ന ഒരു സാധനമാണല്ലോ. എന്തായാലും ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ കാര്യത്തിൽ, അയ്യപ്പൻ്റെ കാര്യത്തിൽ ഇവനിങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് പറയാമെന്നാണ്? ഈ സിംഹങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. സിംഹങ്ങൾ ഈ പോത്തുകളേക്കും പിടിക്കുമല്ലോ, പോത്തുകളെയും മറ്റുള്ള മാടുകളേക്കും പിടിക്കുമല്ലോ കാട്ടിൽ, കെനിയയിലൊക്കെയും കാണാം. സിംഹം മനുഷ്യൻ്റെ അടുത്ത് എടുക്കില്ല കേട്ടോ. കെനിയയിൽ നമ്മുടെ കെന്നത്ത് കൗണ്ട കെനിയയിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടയോണ്ട് സിംഹത്തിനെ കുത്തിയിട്ടുണ്ട്. സിംഹത്തിന് ഇരുകാലുമ്പോൾ നടക്കുന്ന ആളുകളെ കണ്ടാൽ പേടിയാണ്. കാരണം അവൻ്റെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം രൂപ അയാൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നറിയാമോ? ഇപ്പോൾ കാട്ടുപോത്തിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പോത്തിനെ ഓടിക്കും. ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഓടുന്ന സമയത്ത് അതിൽ 1-2 പോത്തുകൾ പുറകിലായി പോകും.
കാരണം മറ്റേ പോത്തുകളൊക്കെ ഓടാൻ പോകുന്നില്ല. അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും അവശതയുണ്ടായിരിക്കും, അവരെ കയറി പിടിക്കുക. അവരെ കയറി പിടിച്ച് സിംഹം വളരെ മാന്യനാണ് കേട്ടോ. ആദ്യം തന്നെ അതിൻ്റെ കഴുത്തിലുള്ള ഞരമ്പുമേലാണ് കയറി പിടിക്കുക, അവിടെ കയറിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോത്ത് വേദനയില്ലാതെ ഇവിടുത്തെ രക്തം വാർന്ന് അത് ബോധം കെട്ടുപോകും. അപ്പോഴാണ് അതിനെ ശാപ്പാടാക്കി മാറ്റുക, സിംഹം ശാപ്പാടാക്കി മാറ്റുക. ഇവിടെ അവശനിലയിലുള്ള പോത്ത്, ആ പോത്തിനെ ഓടിച്ച്, എല്ലാ പോത്തുകളെയും ഓടിച്ച് അവശനിലയിലുള്ള പോത്തിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേലെ ചാടിക്കയറുന്ന സിംഹത്തിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ ഇയാൾ കാണിച്ചത്. ശബരിമലയുടെ മേലെ ചാടിക്കയറി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനോ ആരുമില്ല. ഇപ്പോൾ അവിടുത്തെ തന്ത്രിമാരുടെ കാര്യം കണ്ടില്ലേ, അതിൻ്റെ അതീശത്വം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ എന്ന് പറഞ്ഞ സങ്കല്പത്തെ അവരവരമാക്കിക്കൊണ്ട് ഇവരവിടെ കയറിയിട്ട് എല്ലാം വടിച്ചു മാറ്റി. വിഗ്രഹം ഒഴികെ അതും പറയാൻ പറ്റില്ല, ഇനി അത് നോക്കണം വിഗ്രഹം എന്താണെന്ന്. എന്നിട്ട് ചോദിക്കാനും പറയാനും അവിടെ ഹിന്ദു ഐക്യവേദിക്ക് ഉണ്ടായോ, RSS ഉണ്ടായോ, BJP ഉണ്ടായോ, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്തജന സംഘടനകളുണ്ടായോ? പെണ്ണ് കയറരുത്, പെണ്ണ് കയറുന്നതിൻ്റെ പേരിൽ ഇവിടെ ലഹള കൂട്ടിയ ആളുകൾ. ഇത്രയും വലിയ തെമ്മാടിത്തരം അവിടെ നടന്നിട്ട് ജനക്കൂട്ടായ്മ, ഭക്തജനക്കൂട്ടായ്മയുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്, എന്തെങ്കിലും മുന്നേറ്റം അവിടെ ഉണ്ടായോ? ഉണ്ടായില്ല. ഇത് ഈ സണ്ണി കവിക്കാടിനറിയാം. അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും വരില്ല, അതയാൾക്കറിയാം. അതിൻ്റെ പേരിലാണ് സമൂഹത്തിൽ ബലം കുറഞ്ഞ പോത്താണ്, ബലം കുറഞ്ഞ ഒരു സമൂഹമാണ്. വലുപ്പമൊക്കെയുണ്ട്, സിംഹത്തിൻ്റെ ഇരട്ടി വലുപ്പമുണ്ട് കാട്ടുപോത്തിന്, സിംഹത്തിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വലുപ്പമുണ്ട് ഹിപ്പോപ്പൊട്ടാമസിന്. ആനയെ പിടിക്കും സിംഹം. അപ്പോൾ എണ്ണം കൊണ്ട് തികഞ്ഞിട്ട് കാര്യമില്ല, വണ്ണം കൊണ്ട് തികഞ്ഞിട്ട് കാര്യമില്ല, ഗുണം കൊണ്ട് തികയണം. ഹിന്ദു ഉണരണമെന്ന് ഹിന്ദു പ്രസ്ഥാനത്തിൽ തന്നെ ശശികല ടീച്ചറെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഹിന്ദു എന്താ ഹിന്ദു ഉണരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അവൻ ഡിഫെൻഡ് ചെയ്യാനും പഠിക്കണം, ഒഫൻഡ് ചെയ്യാനും പഠിക്കണം. ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ, അധർമ്മത്തിൻ്റെ തന്നെ കഞ്ചുകമെടുത്ത് അണിയാനുള്ള ശേഷി അവനുണ്ടാകണം. അതിന് കൺസെൻറ്റ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ധർമ്മം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഭീഷ്മാചാര്യരെ കൊന്നത് ഒരർത്ഥത്തിൽ. കള്ളത്തരം പറഞ്ഞു കൊന്നല്ലേ. കാരണം എന്താണ്? അദ്ദേഹം അധർമ്മത്തിൻ്റെ പക്ഷത്താണ്. അദ്ദേഹത്തെ വീഴ്ത്താൻ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ അവിടെയും ചില ചുളുവിദ്യകൾ കാണിച്ചു, അത്രയേ ഉള്ളൂ. കർണനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ മറ്റേ ഘടോത്കചൻ്റെ കയ്യിലുള്ള വേര് അവിടേക്ക് പ്രയോഗിച്ച് ആ വേര് കളഞ്ഞ്, അങ്ങനെയാണ് ഘടോത്കചനെ തോൽപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഘടോത്കചനെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള വേര് കർണൻ അർജുനെ പ്രയോഗിക്കുന്നു. അവസാനം ഘടോത്കചനെ നേരെ പ്രയോഗിക്കുന്നു. ആ വേരില്ലാതായി കഴിഞ്ഞപ്പോൾ അർജുനൻ കർണനെ നേരെ തിരിയുന്നു. എന്നിട്ടും കർണനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കർണൻ താഴോട്ട് ഇറങ്ങിയ സമയത്ത്, ആയുധം കയ്യിൽ നിന്ന് പോയ സമയത്ത്, ആ സമയത്ത് ആയുധം താഴെ വെച്ച സമയത്ത് പറഞ്ഞു, ആയുധം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്, ഹിസ് ഡിസാംഡ്, ഇപ്പോൾ കലക്കി കൊള്ളാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഇത്ര മാത്രമേ ഉള്ളൂ. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ ഒരുമ്പെടുന്ന ധർമ്മിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അധർമ്മത്തിൻ്റെ തന്നെ കഞ്ചുകം ആവശ്യമായിട്ട് വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാനുള്ള അവകാശമുണ്ടെന്നർത്ഥം. അതാണ് ഇവിടെയും ചെയ്തത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഹിന്ദു വല്ലാതെ അടങ്ങി ഒതുങ്ങി, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൊടുത്തു, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൊടുത്തു, ഈ 2 ഭാഗത്തടിയിട്ട് നെഞ്ച് കാണിച്ചു കൊടുത്തു, അങ്ങനെ നിൽക്കരുത്. ആ കാലഘട്ടം കഴിഞ്ഞു. കണ്ടുപിടിക്കാൻ നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്, മോഹൻ ഭാഗവതുണ്ട്. അവർ കണ്ടുപിടിക്കാം, ആർഎസ്സുകാരെ കണ്ടുപിടിക്കാം. പക്ഷേ കേരളത്തിലെ ആർഎസ്സുകാർ ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്തായിട്ടില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അങ്ങോട്ട് ആയിട്ടില്ല. ഏതായാലും ഈ സണ്ണി കവിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയോ കോടതിയിൽ പോയിട്ട് മാനനഷ്ട കേസ് കൊടുത്തോട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടേ? അത് ഞാൻ പറയണോ? നമസ്കാരം.